ജീവലോകവും അവരുടെ അതിജീവനത്തിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കണ്ടാൽ നമുക്ക് അതിശയപ്പെടാതിരിക്കുവാൻ കഴിയില്ല. ഏറ്റവും പ്രധാനമായ ഒരു വിഭാഗമാണ് കാർണിവോറസ് പ്ലാന്റ്സ് അഥവാ മാംസഭോജികളായ സസ്യങ്ങൾ. മറ്റു ചെടികളെല്ലാം മണ്ണിൽ നിന്നും ആഹാരവും വെള്ളവും കണ്ടെത്തുമ്പോൾ ഈ തരത്തിലുള്ള ചെടികൾ ചെറു പ്രാണികളെയാണ് ഭക്ഷിക്കുന്നത്. ഇര പിടിക്കുവാനായി ഓരോ തരം സസ്യങ്ങൾക്കും അവരവരുടേതായ രീതികളുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാം നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ. ഏകദേശം 8 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് മാംസഭോജികളായ ചെടികൾ ഭൂമിയിൽ ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു. മാംസഭോജികളായ സസ്യങ്ങളെന്ന് കേട്ടാൽ കൂടുതലായി നമ്മുടെ മനസ്സിൽ വരുന്നത് വീനസ് ഫ്ലൈട്രാപ്പ് മാത്രമായിരിക്കും. എന്നാൽ ഏകദേശം 750 തരത്തിൽപ്പെട്ട മാംസഭോജികളായ സസ്യങ്ങളുണ്ട്. സസ്യങ്ങൾ അവർക്ക് ആവശ്യമായ പോഷണങ്ങൾ മണ്ണിൽ നിന്നാണ് കണ്ടെത്താറുള്ളത്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ സസ്യങ്ങൾക്ക് ആവശ്യമായ ഊർജം മണ്ണിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയില്ല. ഈ കുറവ് നികത്താൻ വേണ്ടിയാണ് ചില ചെടികൾ ചെറുപ്രാണികളെ ഭക്ഷിക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള പരിണാമത്തിന്റെ ഫലമായാണ് ചെടികൾക്ക് ഈ കഴിവ് കിട്ടിയത്. അങ്ങനെ കാലങ്ങളോളം പരിണമിച്ച് കാർണിവോറസ് ചെടികൾക്ക് ഇര പിടിക്കുവാൻ വേണ്ടിയുള്ള രൂപമാറ്റം സംഭവിച്ചു. അത് പല പല ഇനത്തിൽപ്പെട്ട കാർണിവോറസ് ചെടികളായി മാറി. ഈ മാംസഭോജികളായ സസ്യങ്ങൾക്ക് അവരവരുടേതായ ഇരപിടിയൽ മാർഗങ്ങളുണ്ട്. കുഴി പോലെയുള്ള ഉൾഭാഗമുള്ള സസ്യങ്ങളാണ് ആദ്യത്തെ തരം. ഇവയെ പിച്ചർ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. ഈ ചെടികളുടെ കുഴി പോലെയുള്ള ഭാഗത്ത് വന്നിരിക്കുന്ന ചെറു പ്രാണികൾ കുഴിക്കകത്ത് അകപ്പെട്ടു പോകുന്നു. പിന്നെ അവർക്ക് അവിടുന്ന് രക്ഷപ്പെടുവാനാകില്ല. ഈ പിച്ചർ പ്ലാന്റിന്റെ കുടം പോലെയുള്ള ഭാഗത്ത് തേൻ നിറച്ചു വെച്ചാണ് ഇവ ചെറു പ്രാണികളെ ആകർഷിക്കുന്നത്. ഈ കുഴിയിൽ വെള്ളം പോലെയുള്ള രാസപദാർത്ഥങ്ങളുണ്ട്. അതിനാൽ അകപ്പെട്ടു പോയ ചെറു പ്രാണികൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. ഈ വെള്ളം പോലെയുള്ള രാസപദാർത്ഥങ്ങളുടെ സഹായത്താൽ ചെടി ഈ ചെറു പ്രാണികളെ ദഹിപ്പിച്ച് അകത്താക്കുന്നു. പ്രാണികളുടെ ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഈ ചെടികൾക്ക് ഇവയുടെ വേസ്റ്റ് പുറത്തള്ളുവാൻ കഴിയാത്ത അവസ്ഥയിൽ വരുന്നു. അത് ആ പിക്ചറിൽ തന്നെ കിടക്കുന്നു. കാലക്രമേണ ഈ കുഴി പോലെയുള്ള പിക്ചറിൽ വേസ്റ്റ് അടിഞ്ഞുകൂടുകയും പിന്നെ ഇവ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ചില തരത്തിൽപ്പെട്ട കാർണിവോറസ് ചെടികൾക്ക് കുഴി പോലെയുള്ള പിക്ചർ കാണില്ല. പകരം ഇലകൾ കൂടി നിന്ന് ഒരു കുഴി പോലെ രൂപാന്തരപ്പെടുന്നു. അതിന്റെ നടുക്ക് ദഹനരസങ്ങളും തേനുകളും ഒക്കെ നിറച്ച് ഇവ ചെറു പ്രാണികളെ ആകർഷിക്കുന്നു. ഇതിൽ അകപ്പെട്ടു പോകുന്ന പ്രാണികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മറ്റു ചില കാർണിവോറസ് ചെടികളുടെ ഇലയിൽ പശയുണ്ട്. ഇതിന്റെ ഇലയിൽ വെള്ളത്തുള്ളികൾ പോലെ കാണപ്പെടുന്ന പശ വെള്ളമോ തേനോ ആണെന്ന് കരുതി ചെറു പ്രാണികൾ വന്നിരിക്കുന്നു. അങ്ങനെ അവ അതിൽ ഒട്ടിപ്പിടിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇലകൾ ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രാണികളെ ജീവനോടെ തന്നെ അവയുടെ ന്യൂട്രിയൻസ് ഊറ്റിയെടുക്കുന്നു. ഉദാഹരണത്തിന് ബട്ടർവോർട്ട്, സൺഡ്യൂസ് എന്ന ചെടികളാണ്. അടുത്ത തരത്തിലുള്ള ഈ പിടിയന്മാരെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. ഇരകൾ വന്ന് ഇവയിൽ ഇരിക്കുമ്പോൾ മുക്ക് പോലെയുള്ള ഇവയുടെ പ്രതലങ്ങൾ അടയുന്നു. ഇരയെ അതിനകത്ത് അകപ്പെടുത്തുകയും ചെയ്യുന്നു. മനോഹരമായ നിറവും പ്രാണികൾക്ക് ഇഷ്ടപ്പെടുന്ന മണവും തേനും നിറച്ചാണ് ഇത്തരത്തിലുള്ള ചെടികൾ ഇര പിടിക്കാറ്. ഉദാഹരണം നമുക്ക് ഏറെ പരിചിതമായ വീനസ് ഫ്ലൈട്രാപ്പ് തന്നെയാണ്. ഈ അടയുന്ന ഇലകളുടെ അറ്റത്ത് പരസ്പരം ഇന്റർലോക്ക് ചെയ്തതുപോലെയുള്ള മുള്ളുകളുണ്ട്. ഈ മുള്ളുകൾ കാരണം പ്രാണിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. എന്തിനേറെ പറയുന്നു, വെള്ളത്തിനടിയിൽ പോലും ഇരപിടിയന്മാരായുള്ള സസ്യങ്ങൾ ഒരുപാടുണ്ട്. ഇരപിടിയന്മാരായ സസ്യങ്ങളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ഉപയോഗപ്പെടുന്ന വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.